കേരള യൂണിവേഴ്സിറ്റിയിൽ അവർ ഇത്തവണ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. വൈസ് ചാൻസലർമാർ മുൻകൈ എടുക്കേണ്ടതാണ്. രാജ്യത്ത് 5ാം സ്ഥാനത്താണുള്ളത്. A++ ഗ്രേഡ് ഉണ്ട്. കൂടുതൽ കോളേജുകൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലാണുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയാണ് ഏറ്റവും കൂടുതൽ അധ്യാപകരും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളും ഏറ്റവും കൂടുതൽ അനധ്യാപകരും ഒക്കെയുള്ള ഏറ്റവും വലിയ സർവകലാശാല എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സെൽഫ് ഫൈനാൻസ് കോളേജുകൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അതിൽ ചില സ്ഥാപനങ്ങളുടെയൊക്കെ പ്രകടനങ്ങൾ താരതമ്യേന നല്ല രീതിയിൽ വരാത്തത് പ്രശ്നമുണ്ടാവും. കുറവായിരുന്നു. ഇത്തവണ അവരത് അറിഞ്ഞ് പ്രതികരിച്ചു. ഒരു വാർത്തയും കൂടിയുണ്ട്, ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഗവേഷണ രംഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് ഈ സർക്കാരിന് ഇപ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ ക്യാമ്പസുകളിലെ പഠന പ്രവർത്തനങ്ങൾ സാധാരണ ഡിഗ്രി PG തലങ്ങളിലൊക്കെ ഉള്ളത് ചിട്ടയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ഇതിനകം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായ മാറ്റങ്ങളിലൂടെ നല്ല രീതിയിൽ അവ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഒരു യൂണിഫൈഡ് അക്കാഡമിക് കലണ്ടർ തയ്യാറാക്കി അതനുസരിച്ച് അക്കാദമികേതര പ്രവർത്തനങ്ങൾ ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഗവേഷണ മേഖലയിലാണ് എന്ന് കണ്ടുകൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഗവേഷണത്തെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പല പ്രവർത്തനങ്ങളും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലും വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലും നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 7 സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആഴത്തിലുള്ള പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന വിധത്തിൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിതമായി കഴിഞ്ഞു. അതിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ റിസർച്ച് സപ്പോർട്ട് നെറ്റ്വർക്കാണ്. ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണാ സംവിധാനങ്ങൾ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആണത്. ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള ലാബ് എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ സൗകര്യങ്ങളുടെ ഷെയറിംഗ്, അതുപോലെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ഗ്രാൻറ്റുകളും ഫെല്ലോഷിപ്പുകളും സംബന്ധിച്ച് ഗവേഷകർക്കും അധ്യാപകർക്കും അറിവ് നൽകൽ, അത്തരം ഗ്രാൻറ്റുകളും ഫെല്ലോഷിപ്പുകളും ലഭിക്കുന്നതിനുള്ള ഗൈഡൻസ് അവർക്ക് നൽകൽ, സവിശേഷമായിട്ട് എന്തെങ്കിലും പിന്തുണ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കൽ, പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിനുള്ള പരിശീലനവും അതിനുള്ള സഹായവും ചെയ്യൽ, പേറ്റൻറ്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള പരിശീലനവും ദിശാബോധവും നൽകൽ, ഇതെല്ലാം ഈ റിസർച്ച് സപ്പോർട്ട് നെറ്റ്വർക്കിൻ്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അത്തരം ഒരു റിസർച്ച് സപ്പോർട്ട് നെറ്റ്വർക്കിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ് വിവിധ ബ്രാഞ്ചുകളോടുകൂടി തന്നെയാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുക. അത്തരം ഒരു ഉപകേന്ദ്രം തൃശ്ശൂരിൽ ശ്രീ കേരളവർമ്മ കോളേജിൽ ആരംഭിക്കുകയാണ്. ഗവേഷണ രംഗത്ത് ഒരു കുതിപ്പിലൂടെ പോകുകയാണ് തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജ്. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട് ആരംഭിച്ച കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന മികവിൻ്റെ കേന്ദ്രത്തിൻ്റെ ഉപകേന്ദ്രം കേരളവർമ്മ കോളേജിൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ ധാരണാപത്രം ഈ പത്രസമ്മേളനത്തിന് ശേഷം ഇവിടെ കൈമാറും. ആ ധാരണാപത്രം കൈമാറുന്ന വേളയിൽ എന്നോടൊപ്പം പ്രൊഫസർ രാജൻ ഗുരുക്കൾ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ, മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ്, റിസർച്ച് ഓഫീസർ ഡോക്ടർ സുധീന്ദ്രൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയനിഷ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മാനേജർ, അവരെല്ലാവരും പങ്കെടുക്കുകയാണ്.